നമസ്കാരം. പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്കർവാട്ട് സൗത്ത് ഏഷ്യയിലുള്ള കംബോഡിയയിലെ സീം റീപ്പ് നഗരത്തിനടുത്തുള്ള ലോകപ്രശസ്തമായ ക്ഷേത്ര സമുച്ചയമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമായി അറിയപ്പെടുന്നു. 12ാം നൂറ്റാണ്ടിൽ ഖമേർ രാജാവായ സൂര്യവർമ്മൻ രണ്ടാമൻ വിഷ്ണുവിന് സമർപ്പിച്ച ഹിന്ദു ക്ഷേത്രമാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് ഇത് ബുദ്ധാരാധനാ കേന്ദ്രമായി മാറി. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമാണ്. ഖമേർ വാസ്തുവിദ്യയുടെ ഉന്നത മാതൃകയാണത്. അവിടുത്തെ 5 പ്രധാന ഗോപുരങ്ങൾ ഹിന്ദു വിശ്വാസത്തിലെ മേരു പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തെ ചുറ്റി വിശാലമായ കിടങ്ങ് ഉണ്ട്. രാമായണം, മഹാഭാരതം, സമുദ്രമഥനം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ ദൃശ്യങ്ങൾ മനോഹരമായ കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നു. അങ്കോർ പ്രദേശം 9ാം നൂറ്റാണ്ടിൽ മുതൽ 15 വരെ ഖമേർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. 1992 മുതൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ന് കംബോഡിയയുടെ ദേശീയ പതാകയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാന ചിഹ്നം അങ്കോർ വാട്ടാണ്. സൂര്യോദയ സമയത്ത് അങ്കോർ വാട്ടിൻ്റെ കാഴ്ച ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു. കംബോഡിയയുടെ ദേശീയ പ്രതീകമാണ് അങ്കോർ വാട്ട്. രാജ്യത്തിൻ്റെ പതാകയിലും അത് കാണാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന പുരാതന സ്മാരകങ്ങളിൽ ഒന്നാണ് അങ്കോർ വാട്ട്. ക്ഷേത്രത്തിൽ ഇന്നും ബൗദ്ധ ആരാധന നടക്കുന്നു. പുരാവസ്തു വിദഗ്ധരും അന്താരാഷ്ട്ര സംഘടനകളും ചേർന്ന് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു രാജ്യമാണ് കംബോഡിയ. സമ്പന്നമായ സംസ്കാരവും ശക്തമായ സാമ്രാജ്യങ്ങളുടെ പാരമ്പര്യവുമുള്ള ഈ രാജ്യത്തിൻ്റെ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കംബോഡിയ പ്രദേശത്ത് ക്രിസ്തുവിന് മുൻപ് തന്നെ മനുഷ്യവാസമുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ ഫനാൻ എന്ന രാജ്യം രൂപപ്പെട്ടു. 1-6 നൂറ്റാണ്ടുകളിൽ ചെല്ല രാജ്യം ഉയർന്നു വന്നു. കംബോഡിയയുടെ സുവർണകാലമായിരുന്നു ഖമേർ സാമ്രാജ്യത്തിൻ്റെ കാലം. 802 ജയവർമ്മൻ രണ്ടാമനും ഖമേർ സാമ്രാജ്യം സ്ഥാപിച്ചു. സാമ്രാജ്യം ഇന്നത്തെ കംബോഡിയയ്ക്ക് പുറമെ തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. ഈ കാലത്താണ് അങ്കോർ വാട്ട്, അങ്കോർ തോം, ബയോൺ തുടങ്ങിയ മഹത്തായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. ഹിന്ദു മതവും പിന്നീട് ബുദ്ധമതവും രാജ്യ മതമായി വളർന്നു. 1431 സിയാം, അതായത് ഇന്നത്തെ തായ്ലൻഡ് സൈന്യം അങ്കോർ കീഴടക്കിയതോടെ ഖമേർ സാമ്രാജ്യം ക്ഷയിച്ചു. തലസ്ഥാനം പിന്നീട് ഫനോംപെൻ ഭാഗത്തേക്ക് മാറ്റി. 1863 കംബോഡിയ ഫ്രാൻസിന്റെ സംരക്ഷിത രാജ്യമായി മാറി. പിന്നീട് അത് ഫ്രഞ്ച് ഇൻഡോ ചൈനയുടെ ഭാഗമായി. 1953 രാജാവ് നൊറേഡം സിഹാനൂക്കിന്റെ നേതൃത്വത്തിൽ കംബോഡിയ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1975 മുതൽ 1979 വരെയുള്ള ഖമേർ റൂജ് കാലഘട്ടം കംബോഡിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ കാലഘട്ടമാണ്. പോൾപോട്ട് നയിച്ച ഖമേർ റൂജ് ഭരണകൂടം അധികാരത്തിലെത്തി. നഗരങ്ങൾ ഒഴിപ്പിക്കുകയും ജനങ്ങളെ നിർബന്ധിത കൃഷിപ്പണിക്ക് അയക്കുകയും ചെയ്തു. ബുദ്ധിജീവികൾ, അധ്യാപകർ, ഡോക്ടർമാർ, മതനേതാക്കൾ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഏകദേശം 15 മുതൽ 20 ലക്ഷം വരെ ആളുകൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. 1979 ഖമേർ ഭരണം അവസാനിച്ചു. തുടർന്ന് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും 1990കളിൽ സമാധാനവും ജനാധിപത്യ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്നത്തെ കംബോഡിയയുടെ തലസ്ഥാനം ഫനോംപെൻ ആണ്. പ്രധാന മതം ഖേരവാദ ബുദ്ധമതമാണ്. ഭാഷ ഖമേറും ആണ്. പ്രധാന വരുമാന മാർഗങ്ങൾ കൃഷി, വസ്ത്രനിർമ്മാണം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ്. അങ്കോർ വാട്ട്, ഖമേർ സാമ്രാജ്യത്തിൻ്റെ മഹത്വം, ഖമേർ റൂജിൻ്റെ ദുരന്തം എന്നിവ കംബോഡിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളാണ്. ഥേരവാദ ബുദ്ധമതം എന്ന പേര് പാലി ഭാഷയിലെ ഥേര എന്നും വാദ എന്നുമുള്ള വാക്കുകളിൽ നിന്നാണ് വന്നത്. ഥേര എന്നാൽ മുതിർന്ന സന്യാസി അഥവാ ആചാര്യൻ എന്നും വാദ എന്നാൽ ഉപദേശം, പാരമ്പര്യ, സിദ്ധാന്തം എന്നൊക്കെയാണ്. അതിനാൽ ഥേരവാദം എന്നത് മുതിർന്ന ആചാര്യന്മാരുടെ ഉപദേശം അല്ലെങ്കിൽ പുരാതന സന്യാസിമാരുടെ പാരമ്പര്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ബുദ്ധന്റെ മരണശേഷം
അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സംരക്ഷിച്ച ആദ്യകാല ബൗദ്ധ സന്യാസിമാരുടെ പാരമ്പര്യം തുടരുന്നതായി ഈ വിഭാഗം കരുതുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചിലപ്പോൾ പുരാതന ബൗദ്ധ പാരമ്പര്യം എന്ന് വിളിക്കുന്നത്. പ്രധാന സവിശേഷതകൾ ചിലത്: പാലി ഭാഷയിലെ ത്രിപിടികം ആണ് പ്രധാന ഗ്രന്ഥം. ചരിത്രപരമായ ബുദ്ധനായ ഗൗതമ ബുദ്ധനായാണ് മുഖ്യമായും ആരാധിക്കുന്നത്. വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്കും നിർവ്വാണ പ്രാപ്തിക്കുമാണ് കൂടുതൽ പ്രാധാന്യം. സന്യാസ ജീവിതത്തിന് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഈ ഥേരവാദ ബുദ്ധമതം പ്രധാനമായും ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രബലമായിരിക്കുന്നത്. ഇതിന് വിപരീതമായി ചൈന, ജപ്പാൻ, കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ മഹായാന ബുദ്ധമതം ആണ് കൂടുതലായി പ്രചരിച്ചിട്ടുള്ളത്. മഹായാനവും ഥേരവാദവും തമ്മിലുള്ള വ്യത്യാസങ്ങളും ചരിത്രപരമായ വളർച്ചയും വളരെ രസകരമായ വിഷയമാണ്. 1975 മുതൽ 1979 വരെ കാലഘട്ടത്തിൽ ഖമേർ റൂജ് ഭരണകാലത്ത് വ്യാപകമായ കൂട്ടക്കൊലകളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നു. 1975 പോൾപോട്ട് നയിച്ച ഖമേർ റൂജ് അധികാരത്തിലെത്തി. അവർ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് കാർഷിക സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. നഗരങ്ങളിലെ ജനങ്ങളെ ഗ്രാമങ്ങളിലേക്ക് നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിച്ചു. വിദ്യാഭ്യാസമുള്ളവർ, അധ്യാപകർ, ഡോക്ടർമാർ, മതനേതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി പലരെയും ശത്രുക്കളെന്ന് ആരോപിച്ച് തടവിലാക്കുകയോ കൊല്ലുകയോ ചെയ്തു. പട്ടിണി, രോഗങ്ങൾ, കഠിനാധ്വാനം, വധശിക്ഷകൾ എന്നിവ മൂലം ഏകദേശം 15 മുതൽ 20 ലക്ഷം വരെ ആളുകൾ മരിച്ചതായി ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. ഇത് അന്നത്തെ കംബോഡിയൻ ജനവാസംഖ്യയുടെ വലിയൊരു വിഹിതമായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുഴിമാടങ്ങളെ പിന്നീട് കില്ലിംഗ് ഫീൽഡ്സ് എന്ന് വിളിച്ചു. ഇന്ന് അവയിൽ ചിലത് സ്മാരകങ്ങളായോ മ്യൂസിയങ്ങളായോ സംരക്ഷിക്കപ്പെടും. ഖമേർ റൂജ് ഭരണകാലത്ത് ബുദ്ധവിഹാരങ്ങൾ അടച്ചുപൂട്ടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. നിരവധി ബുദ്ധ സന്യാസിമാർ കൊല്ലപ്പെടുകയോ സന്യാസ ജീവിതം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുകയോ ചെയ്തു. മതപരമായ പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിക്കപ്പെട്ടു. 1979 ഖമേർ റൂജ് ഭരണം അവസാനിച്ചതിന് ശേഷം കംബോഡിയ പതുക്കെ പുനർനിർമ്മാണത്തിലേക്ക് കടന്നു. ആ കാലഘട്ടം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ദുരന്തങ്ങളിലൊന്നായി കണക്കാക്കപ്പെടും. പോൾപോട്ട് ഭരണം 1979 അവസാനിച്ചെങ്കിലും അദ്ദേഹം പിടിക്കപ്പെട്ടില്ല. അന്ന് വിയറ്റ്നാം കംബോഡിയ ആക്രമിച്ച് ഖമേർ റൂജ് ഭരണകൂടത്തെ പുറത്താക്കി. പോൾപോട്ടും അനുയായികളും തായ്ലൻഡ് അതിർത്തിക്കടുത്തുള്ള വനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ് ശേഷിച്ച സായുധ സംഘത്തെ നയിച്ചു. 1997 ആഭ്യന്തര കലഹത്തെ തുടർന്ന് സ്വന്തം അനുയായികൾ തന്നെ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. 1998 ഏപ്രിൽ 15 72-ാം വയസ്സിൽ മരിച്ചു. ഹൃദയാഘാതം എന്നറിയിച്ചെങ്കിലും ആത്മഹത്യയാകാമെന്ന് സംശയം ഉയർന്നിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദി ആയെങ്കിലും വിചാരണ നേരിടാൻ ഇടയായില്ല. അന്ന് കൂട്ടക്കൊല നടത്തിയത് അവരുടെ തീവ്രവാദ രാഷ്ട്രീയ സാമൂഹിക ആശയം നടപ്പിലാക്കാനായിരുന്നു. രാജ്യം ഒരു ശുദ്ധമായ കാർഷിക കമ്മ്യൂണിസ്റ്റ് സമൂഹമാക്കാൻ ശ്രമിച്ചു. അതിനാലാണ് നഗരങ്ങളെ ഒഴിപ്പിച്ചത്. പണം, സ്വകാര്യ സ്വത്ത്, വിപണികൾ എന്നിവ നിരോധിച്ചു. സ്കൂളുകളും സർവകലാശാലകളും അടച്ചു. മതങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. എല്ലാവരെയും കൃഷിപ്പണിയിലേക്ക് അയച്ചു. ഈ പുതിയ സമൂഹത്തിൽ ഭീഷണിയാകാമാവുന്ന ഏവരെയും, കൂടാതെ വിദേശ ഭാഷ അറിയുന്നവരും കണ്ണട ധരിക്കുന്നവർ തുടങ്ങിയവരെ തെളിവില്ലാത്ത ശിക്ഷിച്ചു. മരണകാരണങ്ങൾ വധശിക്ഷ, പട്ടിണി, കഠിനാധ്വാനം, രോഗങ്ങൾ, ചികിത്സയുടെ അഭാവം തുടങ്ങിയവയായിരുന്നു. ഖമേർ റൂജിന്റെ ആശയങ്ങൾ അതിതീവ്രവും യാഥാർത്ഥ്യ ബോധമില്ലാത്തതുമായിരുന്നു. ആശയങ്ങൾ ബലപ്രയോഗത്തിലൂടെ നടത്താൻ ശ്രമിച്ചത് മനുഷ്യ ദുരന്തങ്ങളിൽ ഒന്നിലേക്ക് നയിച്ചു. 70-80 ലക്ഷമായിരുന്ന ജനസംഖ്യ 15-20 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. ഓരോ 4-ഒരാളും മരണപ്പെട്ടു. ഫിനോംപെൻ നഗരത്തിലെ ടുവോൾ സ്ലങ് മ്യൂസിയം, ചോയൂങ് എക്സ് സ്മാരകവും ആ ദുരന്തത്തിന്റെ സാക്ഷികളാണ്. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ, ചിത്രങ്ങളും ആ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു. ടുവോൾ സ്ലങ് ജനസൈഡ് മ്യൂസിയം ആ ഭരണകാല തടങ്കൽ കേന്ദ്രമായിരുന്നു. തടവുകാരെ എത്തിച്ചപ്പോൾ എടുത്ത ചിത്രങ്ങൾ അവിടെ കാണാം. പേരുകളും സമ്മതിപ്പിച്ച മൊഴികളും കാണാം. ക്ലാസ് മുറികൾ തടവറകളാക്കി. ആ കാര്യങ്ങൾ സന്ദർശകരെ ഞെട്ടിക്കുന്നവയാണ്. മാനസിക അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്തു. തടവുകാരെ കൊന്ന് ആന്തരിക അവയവങ്ങൾ സൈനികർ ഭക്ഷിച്ചിരുന്നു എന്നതിന് വിശ്വസനീയമായ തെളിവുകൾ കാണുന്നില്ലെങ്കിലും അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് കംബോഡിയ ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ വളർന്നു വരുന്ന രാജ്യങ്ങളിലൊന്നാണ്. കംബോഡിയയുടെ ദേശീയ പ്രതീകമാണ് അങ്കർ വാട്ട്. പതാകയിലും അത് കാണാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പുരാതന സ്മാരകങ്ങളിൽ ഒന്നാണ്. സന്ദർശിക്കുന്നവർ സൂര്യോദയ കാഴ്ച ആസ്വദിക്കുന്നു.
കൂടാതെ അങ്കോർ തോംബോൺ, ടാപ്രോ തുടങ്ങിയ സമീപ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. ടൂറിസം ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാരത്തിന് വലിയ പങ്കുണ്ട്. വിദേശ നാണയ വരുമാനത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളിലൊന്നാണ് ടൂറിസം. ആവശ്യമായ വികസനങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. സാധാരണ നവംബർ മുതൽ ഫെബ്രുവരി വരെ സന്ദർശനത്തിന് അനുയോജ്യമാണ്. കാലാവസ്ഥ തണുപ്പും വരണ്ടതുമാണ്. അങ്കോർ വാട്ട് കാണാൻ മാത്രമല്ല, ഖമേർ സംസ്കാരവും ബൗദ്ധ പാരമ്പര്യം, പ്രകൃതി സൗന്ദര്യം, ചരിത്രം എന്നിവ അനുഭവിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ കംബോഡിയയിലേക്ക് എത്തുന്നു. അങ്കോർ വാട്ട് ഒരു പുരാതന ക്ഷേത്രം മാത്രമല്ല, ദക്ഷിണേഷ്യയിലെ ചരിത്രം, കല, മതം, വാസ്തുവിദ്യ എന്നിവയുടെ മഹത്തായ പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. കംബോഡിയ ചരിത്രത്തിൽ ഒരു വശത്ത് സാംസ്കാരിക പൈതൃകമുണ്ട്, മറുവശത്ത് മനുഷ്യ ദുരന്തവുമുണ്ട്. ഈ രണ്ടിൻ്റെയും ഓർമ്മകളുമായി മുന്നോട്ട് പോകുന്ന ഈ രാജ്യം പുരാതന മഹത്വം സംരക്ഷിക്കുകയും പഴയ ദുരന്തങ്ങൾ മറക്കാതിരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഉളവാക്കുന്ന അത്ഭുത വിഷയവുമായി എത്തും വരെ നന്ദി, നമസ്കാരം.